പശുവിൻ്റെ പോലെ ഉണ്ടായിരുന്ന എൻ്റെ ഈ ഒരു മുഖം ഒട്ടി വാർന്ന് കെടുക്കണേ ഈ ഒരു ഫേസ് ഞാൻ എങ്ങനെ ഇതിലോട്ട് എത്തിച്ചേർന്ന് ഒരു 3 ആഴ്ച കൊണ്ടാട്ടോ എനിക്ക് ഈ ഒരു ചേഞ്ചസ് ഉണ്ടായിരുന്നത്. ഫേസിന് നല്ല രീതിയിൽ തന്നെ മുഖത്ത് കവിള് വരാൻ തുടങ്ങി. അത് ഞാനൊരു തെളിവ് തന്നെയാണല്ലോ നിങ്ങൾക്കെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ കോലം എങ്ങനെ ആവട്ടെ, പക്ഷെ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് കവിള് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഞാൻ എന്ന് മുതലാണ് തേക്കാൻ തുടങ്ങി അന്ന് മുതൽ എൻ്റെ ഫേസിന് നല്ല മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്, അതും ഓർഗാനിക്കായിട്ട് തന്നെ. സോ നിങ്ങൾക്ക് കവിള് വേണമെന്നുണ്ടെങ്കിൽ വെറും 3 ആഴ്ച കൊണ്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിന് തെളിവായിട്ട് ഞാൻ ഉണ്ടെന്നുള്ളതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒട്ടും ലാഗ് അടിപ്പിക്കേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളും നിങ്ങളുടെ മനസ്സും നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഈ കാര്യം. അതായത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പിച്ചി കൊടുക്കണ പോലെ ആക്കി കൊടുക്കുക. നമ്മളെ കവിളൊന്ന് അറിയാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ നടക്കാനും വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഏത് ഭാഗത്താണ് കോണ്ടോർ ചെയ്ത പോലെ ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നത് അവിടെ പിടിച്ച് ഒന്ന് വലിക്കുക. അത് 1 മിനിറ്റ് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഇത് 10 വട്ടം ചെയ്ത് കൊടുക്കുക. ഓക്കെ, റിപ്പീറ്റായിട്ട് 10 വട്ടം ചെയ്ത് കൊടുക്കുക. സാവകാശം മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മുകളിലോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. സോ ഇത് ഒരു 10 മിനിറ്റ് ചെയ്ത് കൊടുക്കണം. ഒരുപോലെ ചെയ്ത് കൊടുക്കണം, അതായത് സാവകാശം ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, 10 വട്ടം ചെയ്താലും മതി. ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക. പിന്നെ സ്പീഡിൽ ചെയ്യാനും പാടില്ല, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും സാവകാശം സമാധാനത്തോടെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ എക്സസൈസ് ഇവിടെ ഫിനിഷ്ഡ് ആണ്. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, 2 നേരം ചെയ്താൽ അത്രയും നല്ലത് കേട്ടോ. ഇനി നമ്മുടെ ഫൈനലായിട്ടുള്ള ഒരു കാര്യമാണ് അലോവേര. ഇത് ഒരിക്കലും നിങ്ങൾ ജെല്ലൊന്നും എടുക്കരുത്, നമ്മുടെ വീട്ടിലുള്ള തണ്ട് തന്നെ എടുത്തിട്ട് ചെയ്യാൻ നോക്കുക. നല്ല റിസൾട്ടാണ്. ഇതാണ് നമ്മളെ ഏറ്റവും മാറ്റം തരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ചെറിയൊരു കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി, അല്ലാതെ ഒരുപാട് വലുതൊന്നും എടുത്ത് ചെയ്യണമെന്നില്ല. ചെറിയൊരു സംഭവം തന്നെ ധാരാളം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും തമാശയായിട്ട് കാണാൻ പാടില്ല. ഇത് ഭയങ്കരമായിട്ട് മാറ്റം തരുന്ന ഒരു അത്ഭുതം തന്നെയാണ്. നമ്മളെ കവിളിൻ്റെ ആ ഒരു ഭാഗം ചപ്പി കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ അടഞ്ഞ് കിടക്കുന്നുണ്ടോ ഒടിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും തോറും നമ്മളെ ഫേസിന് വികസനം തുടങ്ങും. അപ്പോഴേക്കും കവിള് വരാനും തുടങ്ങും. ഇങ്ങനെയാണ് നമ്മൾ ആ ചത്ത് കിടക്കുന്ന കവിളിനെ വികസിപ്പിക്കുന്നത്. ഇതെനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നതാണ്, തമാശയായിട്ട് കാണരുത്. നമ്മൾ 1 മിനിറ്റോളം റൈറ്റ് സൈഡ് പിടിച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. 1 മിനിറ്റ് ആക്കാം, 2 മിനിറ്റ് ആക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രത്തോളം മസാജ് കൊടുക്കുന്നു അത്രയും നല്ലത്. തെറ്റായ രീതിയിൽ ചെയ്യാനും പാടില്ല, അത്രയേ ഉള്ളൂ. സോ ഇതെപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് രാവിലെ രാത്രിയും ചെയ്ത് കൊടുക്കുന്നതാണ്. അതും 2 നേരം ചെയ്ത് തന്നെ കൊടുക്കാൻ നോക്കുക. നമ്മുടെ മറ്റേ മസാജും ഈ ഒരു മസാജും ഒരുപോലെ തന്നെ കൊണ്ടെടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്തെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല, അത് വേറൊരു കാര്യം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുക, ചീര ഉൾപ്പെടുത്താൻ നോക്കുക. ഏത് ചീര ആയാലും കുഴപ്പമില്ല, ഉൾപ്പെടുത്തിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അവിയൽ ഉണ്ടാക്കുക, അതും ചോറിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ചീര ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് അവിയൽ ഉൾപ്പെടുത്താം. അങ്ങനെ അല്ലാതെ രണ്ടും കൂടി ഒരുമിച്ച് തിന്നണം എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കുറേ വെള്ളം വായിൽ നിറച്ച് വെക്കുക, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പല്ലുന്താൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ഈ ഒരു സാധനം തിന്നാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വൈകുന്നേരം ടൈമിൽ 1 ക്യാരറ്റും 1 ആപ്പിളും കഴിക്കണം. സോ അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നല്ല വെള്ളം കുടിക്കുക. ആ വെള്ളം കുടിക്കുമ്പോൾ ഒരിക്കലും തൊള്ളയിൽ നിറച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യം ഇല്ല, അത് മനസ്സിലാക്കുക. ഇപ്പം ഇത്രയും കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നതൊക്കെ കാണാൻ പറ്റും. ഒരാഴ്ച മതി, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര റിസൾട്ടാണ്. സോ ഞാൻ ഇതിൻ്റെ കൂടെ ഇതുകൂടി ചെയ്തത് കൊണ്ടാണ് എൻ്റെ ഫേസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വീർത്ത് നിൽക്കുന്നത്. സോ എനിക്കിത് ഇഷ്ടമാണ്, കാരണം എൻ്റെ ഫേസ് നിങ്ങൾക്കറിയാം ഭയങ്കരമായിട്ട് കോണ്ടോർ ചെയ്തിട്ടായിരുന്നു, ഭയങ്കര ഓവറായിരുന്നു. സോ ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നവരെ